ഹായ് ഓൾ, വെൽക്കം ടു അനദർ ഷോർട്സ് വീഡിയോ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുസ്ക റൈസിൻ്റെ റെസിപ്പിയാണ്. കുസ്ക റൈസ് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു റൈസാണ്. ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത്ര ഫേമസ് അല്ല എങ്കിലും കർണാടക, തമിഴ്നാട്, ആന്ധ്ര അവിടെയൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഗീ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്. പിന്നെ ഹോൾ സ്പൈസസ് ഒന്ന് ചൂടാക്കി അതിന് ശേഷം ഇതിലേക്ക് 3 സവാളയുള്ളിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം ബാക്കി ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലി, പുതിന ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ അരിഞ്ഞ് ഇടുന്നതിലും അരച്ച് തന്നെ ചേർക്കുക. കാരണം ഇതിൻ്റെ ഒരു മണമാണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ ആണെങ്കിലും ഈ അരച്ച് ചേർക്കുന്നതിലാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തൈരെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേകുവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം വന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കാണ്. പക്ഷേ നമ്മളൊരല്പം കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം അടച്ച് വെച്ച് വേവിക്കും. അരിയൊക്കെ ഒന്ന് നല്ലോണം അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ഒന്ന് വെന്ത് വരണം. അതുകൊണ്ട് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 8 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റി റൈസൊക്കെ നല്ല വിട്ട് വരും. അപ്പോൾ ഇതൊരു പ്ലെയിൻ റൈസ് ആയതുകൊണ്ട് ചിക്കൻ ഫ്രൈഡ് കൂടെ കറിയുടെ ഒക്കെ സെർവ് ചെയ്യാം. താങ്ക് യു.